ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും ഒരു സ്പൂൺ തൈര് കൊണ്ട് നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലികൾ, പല്ലികൾ, പാറ്റകൾ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരൊറ്റ തവണ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി. കുറേ നാളത്തേക്ക് ഇവയുടെ ശല്യം നമ്മുടെ വീടിനകത്തോ പരിസരത്തോ ഒന്നും ഉണ്ടാവില്ല. വീടിനകത്തെ ശല്യക്കാരായ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ആദ്യം തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒരു ഐറ്റമാണ് കേട്ടോ കാപ്പിപ്പൊടി. ഇനി ഇതിലേക്കായിട്ട് ഒരു കുഞ്ഞു പീസ് കായം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടക്കായം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കായത്തിൻ്റെ പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ കായത്തിൻ്റെ പൊടിയേക്കാളും നല്ലത് കട്ടക്കായം തന്നെയാണ്. പൊടിച്ചെടുത്ത കായം നമുക്ക് കാപ്പിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ കായം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. കൊതുകിന് മാത്രമല്ല കേട്ടോ, ഈച്ചകളെയും തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. മാത്രമല്ല, ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ ആഴ്ചകളോളം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത കായം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു കാര്യം കൂടി ചെയ്യണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ കൂട്ടത്തോടെ പറപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് സവാള. സവാളയ്ക്കുള്ള ആ എരിച്ചിലും പുകച്ചിലും ഒക്കെയാണ് അതിന് കാരണം. സവാളയെ പോലെ തന്നെ കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാൻ കഴിവുള്ള മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ചെറിയ ഉള്ളി. പക്ഷെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് സവാളയാണ് വേണ്ടത്. തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്ത സവാളയുടെ കൂമ്പിൻ്റെ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ആദ്യം കത്തി വെച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്നെടുക്കാം. ഉള്ളിയുടെ സൈഡ് മുറിയാതെ അടിഭാഗം മുറിയാതെ ശ്രദ്ധയോടെ ഇതുപോലെ വേണം കുഴി ഉണ്ടാക്കാൻ. ഇനി ഇത് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ചെറിയ ബൗളിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കട്ട കർപ്പൂരം കൈകൊണ്ട് പൊടിച്ച് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കായം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം. അതിനുവേണ്ടി ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, കായവും കർപ്പൂരവും കാപ്പിപ്പൊടിയൊക്കെ ചേർന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. കാപ്പിപ്പൊടിയും കായവും ഒക്കെ ചേർന്ന ഈ മിക്സിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. കൊതുകിനും ഈച്ചയ്ക്കുമൊക്കെ ഒട്ടും പിടിക്കാത്തൊരു സ്മെല്ലാണിത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ഈ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു തിരിയിട്ട് നമുക്കൊന്ന് കത്തിച്ച് വയ്ക്കാം. സവാളയ്ക്ക് ഉള്ളിൽ കിടന്ന് നമ്മുടെ കാപ്പിപ്പൊടിയും കായവും കർപ്പൂരവും ഒക്കെ ചേർന്ന് എണ്ണ കത്തുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. സന്ധ്യാനേരത്ത് നമ്മുടെ വീടിനകത്ത് ഇങ്ങനെ ഒരെണ്ണം കത്തിച്ച് വെച്ചാൽ പുറത്തു നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല. കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, മഴക്കാലത്തൊക്കെ നമ്മുടെ വീടിനകത്തുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലില്ലേ, അതൊക്കെ പോകുന്നതിന് വേണ്ടിയും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, സന്ധ്യാസമയത്ത് ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിക്കുന്നത് നമ്മുടെ വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി നിറയാനും കാരണമാകും. ഒരു തവണ കത്തിച്ചതിന് ശേഷം ഈ തിരി ഒന്ന് കെടുത്തി വെച്ചാൽ നമുക്ക് വീണ്ടും ഇത് തന്നെ കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. ഇനിയിപ്പോൾ കാപ്പിപ്പൊടിയും കായവും ഒക്കെ ചേർത്ത് എണ്ണയിൽ വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. കാപ്പിപ്പൊടിയിലേക്ക് ഒരൽപ്പം കായം പൊടിച്ചതും കർപ്പൂരം പൊടിച്ചതും ചേർത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇനി ഇത് സവാളയ്ക്കുള്ളിലേക്ക് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാലും മതി. പക്ഷേ അങ്ങനെ പച്ചക്ക് ചെയ്യുന്നതിനേക്കാളും ഗുണം കൂടുതൽ ഇങ്ങനെ വറുത്തിട്ട് ചെയ്യുന്നതിനാണ്. വെറും 1 സ്പൂൺ തൈര് കൊണ്ട് നമ്മുടെ വീടിനകത്ത് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന പല്ലി, പാറ്റ, എലി എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. എലി, പല്ലി, പാറ്റ എന്നിവയെ മാത്രമല്ല കേട്ടോ, ഈച്ചയെയും ഉറുമ്പുകളെയും കൂട്ടത്തോടെ നശിപ്പിക്കാൻ നമുക്ക് ഇത് മാത്രം മതി.
ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈരിൻ്റെയും പാലിൻ്റെയും ഒക്കെ ആ സ്മെല്ല് എലിക്കും പല്ലിക്കും പാറ്റയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ വെച്ചാലും ഇവറ്റകൾ വന്ന് തിന്നോളും. ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് 10 പൈസ പോലും ചിലവ് വരുന്നില്ല കേട്ടോ. 1 സ്പൂൺ തൈര് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് നല്ല തൈരൊന്നും വേണമെന്നില്ല കേട്ടോ. അധികം പുളിച്ചു പോയാൽ നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന തൈരുണ്ടെങ്കിൽ അതിൽ നിന്നും 1 സ്പൂൺ തൈര് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കഫ് സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും 1 സ്പൂൺ എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 ടാബ്ലറ്റ്സ് ആണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഏതെങ്കിലും 2 ടാബ്ലറ്റ്സ് എടുത്താൽ മതി. പാരസെറ്റമോൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഗുളിക ഒരു പേപ്പറിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഗുളിക കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഗുളികയും കഫ് സിറപ്പും ഒക്കെ ചേർത്തെങ്കിലും പാലിൻ്റെയും തൈരിൻ്റെയും ഒക്കെ നല്ലൊരു മണാട്ടോ നമ്മുടെ മിക്സിന്. അതുകൊണ്ട് നമ്മുടെ മിക്സിലേക്ക് എലിയെ ആകർഷിക്കുന്നതിന് വേണ്ടി ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുമ്പോൾ എലിയും പല്ലിയും പാറ്റയും ഒക്കെ എവിടെ ഉണ്ടെങ്കിലും ഇതിനടുത്തേക്ക് പാഞ്ഞെത്തും. പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവരെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മൾ വളർത്തുന്ന പട്ടിയും പൂച്ചയൊക്കെ എടുക്കാതെയും ശ്രദ്ധിക്കണം. നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലാണ് കേട്ടോ ഇതിന്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആരും എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഗുളികയാണ് നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ചേർത്തത്. അതുകൊണ്ട് ഹൈലി പോയിസണാണ് നമ്മുടെ മിക്സ്. എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യമുള്ള സ്ഥലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചാൽ അവ വന്ന് നക്കി നക്കി തിന്നോളും. പിന്നെ ഇത് കഴിച്ചാൽ പെട്ടെന്നൊന്നും അവ ചത്ത് വീഴില്ല കേട്ടോ. ഇത് കഴിച്ച് 10-15 മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. കൂടിയ അളവിൽ ടാബ്ലറ്റ്സ് ഒക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ എരിച്ചിലും പുകച്ചിലൊക്കെ കാരണം അവറ്റകൾ എങ്ങോട്ടെങ്കിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പൊക്കോളും. പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലുള്ളത് നമ്മുടെ സ്റ്റവിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും ഒക്കെയാണ്. അവിടെയൊക്കെ നമുക്കിത് ഓരോ പാത്രങ്ങളിലായി വെക്കാം. എലിക്ക് കൊടുക്കാനായിട്ട് നമുക്കിത് കാർപോർച്ചിലോ അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സൈഡിലോ ഒക്കെ വെച്ചാൽ മതി. എലി പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഒരൊറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്